ഭക്തലക്ഷങ്ങളെ സ്വീകരിക്കാൻ സന്നിധാനം ഒരുങ്ങി. ഭക്തർക്ക് പുണ്യദർശനവുമായി ഇന്ന് മകരവിളക്ക്. സ്വാമിയുടെ തിരുവാഭരണവും വഹിച്ചുള്ള ഘോഷയാത്ര അല്പസമയത്തിനകം നിലയ്ക്കലിലെത്തും. വൈകിട്ട് അയ്യപ്പന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. 7:52 മകരസംക്രമ പൂജ. സന്നിധാനത്ത് 8 കേന്ദ്രങ്ങളിലാണ് ഇത്തവണ മകരജ്യോതി ദർശന സൗകര്യം. ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നു. പുല്ലുമേട്ടിലെ ദർശന സൗകര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുമായി സുർജിത്താണ് ചേരുന്നത്. തിരുവാഭരണ ഘോഷ ആദ്യം സുർജിത്തിലേക്ക്. സുർജിത്ത്, വലിയൊരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് പുല്ലുമേട്ടിൽ നിന്നുള്ള വിവരങ്ങൾ? പുല്ലുമേടിൽ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. 1500ഓളം പോലീസുകാരെയാണ് പുല്ലുമേട്ടിലും പാഞ്ചാലിമേട്ടിലും അതോടൊപ്പം തന്നെ പരുന്തുംപാറയിലുമായി വിന്യസിച്ചിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഈ മേഖലയിൽ ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. മാത്രമല്ല കുമിളിയിലും വണ്ടിപ്പെരിയാറും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ആശുപത്രികളിൽ 30ഓളം ഡോക്ടർമാരുടെ സേവനമാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ തീർത്ഥാടകർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും എല്ലാ അർത്ഥത്തിലും പൂർത്തിയായി കഴിഞ്ഞു. ആവശ്യാനുസരണം വെളിച്ച സംവിധാനത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പോലീസും വിവിധ വകുപ്പുകളും ചേർന്ന് പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഈ പുല്ലുമേട്ടിലേക്ക് എത്തുന്നത് ഇതര സംസ്ഥാനത്തു നിന്നുമുള്ള ഭക്തരാണ്. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഏറ്റവും പ്രധാനമായും ഈ പുല്ലുമേടിനെ ആശ്രയിക്കുന്നത്. അത് മകരജ്യോതി ഏറ്റവും മനോഹരമായി ദർശിക്കാൻ പറ്റിയ ഇടമാണ് ഈ പുല്ലുമേട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് തീർത്ഥാടകർ കൂടുതലായി എത്തുന്നത്. മകരജ്യോതി ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ആസ്വദിക്കാൻ വേണ്ടി കഴിയും. അത് ആ ദർശനം പൂർണ്ണ അർത്ഥത്തിൽ തന്നെ സാധ്യമാകുന്ന ഇടമാണ് ഈ പുല്ലുമേട്. അതുകൊണ്ട് തന്നെ നിരവധി തീർത്ഥാടകരാണ് ഇവിടേക്ക് എത്തിച്ചേരുക. പക്ഷേ ഈ പുല്ലുമേട് ദുരന്തത്തിൻ്റെ ശേഷം തീർത്ഥാടക പ്രവാഹം വലിയ അളവിൽ കുറഞ്ഞിട്ടുണ്ട്. ഇതിന് പ്രധാനമായ കാരണം ഈ തീർത്ഥാടകർക്ക് വലിയ അളവിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പോലും യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായി പോലും തീർത്ഥാടകർ കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം ഈ പുല്ലുമേട് സത്രം വഴി പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് കടന്നുപോയ തീർത്ഥാടകരുടെ എണ്ണം 450 ഇന്ന് രാവിലെ പക്ഷേ തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ രീതിയിലുള്ള ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് പഴയ പടിയല്ല. 2011 ദുരന്തത്തിന് ശേഷം തീർത്ഥാടകരുടെ എണ്ണം ക്രമാതീതമായി കുറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ 2 പാതകളാണ് ഈ പുല്ലുമേട്ടിലേക്ക് ഉള്ളത്. ഒന്ന് വള്ളക്കടവ് വഴി കോഴിക്കാനം പിന്നിട്ടുകൊണ്ട് മേട്ടിൽ എത്താൻ കഴിയും. മറ്റൊന്ന് സത്രം വഴിയാണ്. സത്രം വഴി 6 കിലോമീറ്റർ പിന്നിട്ടാൽ പുല്ലുമേടാണ്. അവിടെ നിന്നും 6 കിലോമീറ്റർ യാത്ര ചെയ്താൽ സന്നിധാനമാണ്. ഈ വിധത്തിൽ 2 പാതകളാണ് ഉള്ളത്. ഇന്ന് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കോഴിക്കാനം വരെയാണ് സർവീസ് നടത്തുന്നത്. തിരിച്ച് ഇങ്ങോട്ടും, അതായത് വലിയ അളവിലുള്ള തീർത്ഥാടക പ്രവാഹം ഈ മകരജ്യോതി ദർശനത്തിന് ശേഷം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് 60ഓളം ബസ്സുകളാണ് കോഴിക്കാനത്തു നിന്നും തിരിച്ച് വണ്ടിപ്പെരിയാറിലേക്കും കുമിളിയിലേക്കും എല്ലാം തന്നെ സർവീസ് നടത്തുന്നത്. ആ തരത്തിലുള്ള ക്രമീകരണങ്ങൾ കൂടി KSRTCയുടെ ഭാഗത്തു നിന്നും പൂർത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ കോഴിക്കാനത്തേക്കുള്ള ബസ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതാണ്. പ്രത്യേകിച്ചും പുല്ലുമേട് ദുരന്തം 2011 ഉണ്ടായതിനു ശേഷം നടത്തിയ ക്രമീകരണങ്ങളിൽ ഒന്നാണ് കോഴിക്കാനത്തേക്കുള്ള വാഹനം ഗതാഗതം നിരോധിച്ചത്. ആ വഴി തീർത്ഥാടകരെ ഒന്നും തന്നെ മറ്റ് സമയങ്ങളിൽ തന്നെ കടത്തി വിട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ മകരവിളക്ക് സീസണോടനുബന്ധിച്ചാണ് ഈ വള്ളക്കടവ് വഴി കോഴിക്കാനം വഴി സന്നിധാനത്തേക്ക് പുല്ലുമേട് വഴിയിലൂടെ സന്നിധാനത്തേക്ക് കടന്നു പോകാനുള്ള അവസ്ഥ ഉള്ളത്. സത്രം വഴിയും സമാനമായ രീതിയിൽ തന്നെയാണ്. ഇത് പൂർണ്ണമായും കാനന പാതയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കർശനമായ നിയന്ത്രണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അവിടെ ഉപേക്ഷിക്കരുത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വനത്തിന് കോട്ടം പറ്റാത്ത വിധത്തിൽ അത്തരത്തിലുള്ള ഒരു ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം വിവിധ ഭാഷകളിൽ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകരെ ഉൾപ്പെടെ അറിയിക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. മാത്രമല്ല ആവശ്യമായ രീതിയിൽ കുടിവെള്ളം എത്തിക്കാനുള്ള സജ്ജീകരണം ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് ഒരു 10,000-ഓളം തീർത്ഥാടകർ അവിടെ ഉണ്ടാകും എന്നുള്ള തരത്തിൽ തന്നെയാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഇപ്പോൾ ഇവരെല്ലാം തന്നെ ഇവിടെ എത്തിയ എനിക്ക് പിറകിൽ കാണുന്ന ഈ തീർത്ഥാടകരെല്ലാം തന്നെ നേരത്തെ സന്നിധാനത്ത് പോയി തിരിച്ച് വണ്ടിപ്പെരിയാറിലെത്തി ക്യാമ്പ് ചെയ്യുന്ന തീർത്ഥാടകരാണ്. ഇവർ ഇനി മകരജ്യോതി കണ്ട ശേഷമാണ് മടങ്ങുക. സമാനമായ രീതിയിൽ പല തീർത്ഥാടകരും സന്നിധാനത്ത് നിന്നും താഴേക്ക്
മുകളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. സന്നിധാനത്തിന് മുകൾ ഭാഗത്തായാണ് ഈ പുല്ലുമേട് സ്ഥിതി ചെയ്യുന്നത്. മുകൾ ഭാഗത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. ഈ മകരജ്യോതി സമയം ആണ് എന്നുള്ളതുകൊണ്ട് ആ സമയത്ത് കൂടുതൽ തീർത്ഥാടകർ അങ്ങോട്ട് കയറാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ ഒരു 10,000-ൽ മുകളിൽ ആളുകൾ ഭക്തജനങ്ങൾ ഈ മകരജ്യോതി ദർശന സമയത്ത് ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ്. സ്വാഭാവികമായും അവർക്കായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് മുന്നിലുള്ളത് 2011-ലെ ദുരന്തമാണ്. ആ ദുരന്തം കൂടുതൽ തീർത്ഥാടകർ, അതായത് അന്ന് 2 ലക്ഷത്തോളം തീർത്ഥാടകർ തമ്പടിച്ചിരുന്നതായും അവർ ഒരുമിച്ച് താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിക്കാത്ത തരത്തിൽ അത്തരത്തിൽ ഒരു രീതിയിലുള്ള ക്രമീകരണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരുക്കിയിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. രാവിലെ 8 മണി മുതൽ തന്നെ സത്രത്തിൽ നിന്നും തീർത്ഥാടകർ അവിടേക്ക് പുല്ലുമേട്ടിലേക്ക് പുറപ്പെട്ടു തുടങ്ങി. സുർജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര നിലയ്ക്കൽ പിന്നിട്ട് കഴിഞ്ഞു. ശ്യാം ദേവരാജാണ് ചേരുന്നത്. ശ്യാം, എത്രമാത്രം ഭക്തിസാന്ദ്രമാണ് ഘോഷയാത്ര? എന്താണ് ഒടുവിലത്തെ വിവരങ്ങൾ? 9 മണിയോടെയാണ് തിരുവാഭരണ ഘോഷയാത്ര നിലയ്ക്കലിലെത്തിയത്. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് തിരുവാഭരണം എത്തിച്ചത്. നിരവധി ഭക്തരാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി ഉണ്ടായിരുന്നത്. പോലീസ് ഇതിന് സുരക്ഷ നൽകുന്നുണ്ട്. 10 മണിയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര നിലയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. നിലയ്ക്കൽ നിന്നും സന്നിധാനത്തേക്ക് പുറപ്പെട്ടു. ഇനി കാനന പാത വഴിയാണ് ഇപ്പോൾ ഈ തിരുവാഭരണ ഘോഷയാത്ര പോകുന്നത്. 10:30 അട്ടത്തോടെത്തി. ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് പമ്പയാറിൻ്റെ ഇടതുകര വഴിയാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര മുന്നോട്ട് പോകുന്നത്. കുറുങ്കയം വഴി 1 മണിയോടുകൂടി പാണ്ടിത്താവളത്തെത്തും, ചെറിയാനവട്ടത്തെത്തും. അവിടെ നിന്നും ശരംകുത്തിയിലേക്ക് പോവുകയും 2:30 അവിടെ നിന്നും 1 മണിക്ക് വിശ്രമവും തുടർന്ന് 2:30 ശരംകുത്തിയിലേക്കുള്ള സന്നിധാനത്തേക്കുള്ള യാത്ര പുറപ്പെടുകയും ചെയ്യും. നിലയ്ക്കൽ നിന്ന് പോകുമ്പോൾ തന്നെ വളരെ നിരവധി ഭക്തർ, കാരണം നിലയ്ക്കൽ ബേസ് സ്റ്റേഷൻ കൂടിയാണ്, ഇവിടെ നിരവധി ഭക്തർ ഇതിനെ ദർശിക്കാനും വണങ്ങാനും ഒക്കെ തടിച്ചുകൂടിയിരുന്നു. നിലയ്ക്കൽ പ്രത്യേകിച്ചും തിരുവാഭരണ ഘോഷയാത്രയെ തിരുവാഭരണത്തെ ദർശിക്കാനും വണങ്ങാനും ഒക്കെ തടിച്ചുകൂടിയിരുന്നു. നിലയ്ക്കലിൽ മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നിരവധി അയ്യപ്പ ഭക്തർ സന്നിധാനത്തും മറ്റുമായി താമസിക്കുന്നുണ്ട്, തമ്പടിച്ചിട്ടുണ്ട്. ഇവർ മകരജ്യോതി ദർശിച്ച ശേഷം, മകരവിളക്കും കഴിഞ്ഞ ശേഷം മാത്രമാകും സന്നിധാനത്ത് നിന്നും ഇറങ്ങുക. ഇവർ വന്നിട്ടുള്ള വാഹനങ്ങളാണ് മിക്കവാറും ഏതാണ്ട് 8,500ഓളം വാഹനങ്ങൾ ഇപ്പോൾ തന്നെ നിലയ്ക്കൽ ബേസ് സ്റ്റേഷനിലുണ്ട്. 8,000 വാഹനങ്ങളാണ് ഇവിടുത്തെ ഒരു പരിധി. അതിനപ്പുറം വാഹനങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ എരുമേലിയിൽ നിന്നും ഭക്തരുടെ വാഹനങ്ങൾ നിലവിൽ ഇങ്ങോട്ടേക്ക് പോലീസ് കടത്തിവിടുന്നില്ല, നിലയ്ക്കലിലേക്ക് കടത്തിവിടുന്നില്ല. നിലവിൽ KSRTC ബസ്സുകളിലാണ് എരുമേലിയിൽ നിന്നും ഭക്തർക്ക് ഇങ്ങോട്ടേക്ക് എത്താനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എരുമേലിയിലും ഏതാണ്ട് ഈ ഗതാഗത ക്രമീകരണം, പാർക്കിംഗ് ക്രമീകരണമെല്ലാം പൂർണ്ണമാണ്. അവിടെയെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു, വാഹനങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിലും മറ്റ് ഗ്രൗണ്ടുകളിലുമൊക്കെയായി പാർക്കിംഗ് ക്രമീകരണം ഒരുക്കിയിട്ടുമുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി, അതായത് മകരസംക്രമ പൂജ 7:58 അതിനുശേഷമാകും ആളുകൾ മകരജ്യോതിയും മകരവിളക്കും ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയോടുകൂടി തിരിച്ചറിഞ്ഞ് ഏതാണ്ട് 10 മണിയോടുകൂടി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങും, ഇവിടേക്ക് എത്തിത്തുടങ്ങും, നിലയ്ക്കലിലേക്ക് എത്തിത്തുടങ്ങും. അതുകൊണ്ട് തന്നെ ഭക്തരുടെ വലിയൊരു ഒഴുക്ക് തന്നെ നിലയ്ക്കലിലേക്ക് തിരിച്ച് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ക്രമീകരണം, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയും നിലയ്ക്കലിലും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ശരി ശ്യാം. വെല്ലുവിളികൾ നിറഞ്ഞ മണ്ഡലകാലമാണ് കഴിഞ്ഞു പോകുന്നതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സുപ്രീംകോടതി വിധി നടപ്പാക്കുക എന്ന കടമയാണ് സർക്കാർ ചെയ്തത്. രാഷ്ട്രം ഭരിക്കുന്ന പാർട്ടി ശബരിമലയിൽ ഭക്തജനങ്ങൾ വരരുതെന്ന് പ്രചരണം നടത്തി. ആക്രമണം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ശബരിമലയെ തകർക്കുക എന്ന അവരുടെ അജണ്ട കേരളീയർക്ക് മനസ്സിലായി എന്നും മന്ത്രി സന്നിധാനത്ത് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്നുള്ള ക്യാമ്പയിൻ തന്നെ ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി, രാജ്യം ഭരിക്കുന്ന കക്ഷി ജനങ്ങൾ വരുന്നതായിട്ട് പ്രദേശങ്ങളിലെല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അത് മറികടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ വെല്ലുവിളിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്. കേരള സമൂഹത്തിന്, കേരളീയർക്ക് വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങോട്ട് വരരുത്, ഇവിടെ കാണിക്കേണ്ടരുത്, ശബരിമലയെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി പരിശ്രമിച്ച ഛിദ്രശക്തികൾക്കെതിരെ ഉള്ള വലിയ ഒരു പോരാട്ടം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ നടന്നത്. നിശ്ചയമായിട്ടും വസ്തുതകൾ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ കാണിക്ക ആകെ എണ്ണി നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷത്തെ
വരുമാനത്തിൽ കുറവുണ്ടാവും. അതെല്ലാം തന്നെ വരുന്ന നാളുകളിൽ ഭക്തജനങ്ങൾ തന്നെ, ഇവിടെയെല്ലാം ഭക്തർ നൽകുന്നതാണ്, അത് ജനങ്ങൾ തന്നെ നൽകിക്കൊള്ളും, ഭക്തർ തന്നെ നൽകിക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കുറവ് ദേവസ്വം ബോർഡിന് ഇതിന്റെ ഭാഗമായിട്ട് വന്നാൽ ഗവൺമെന്റ് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. സർക്കാരിലും ദേവസ്വം ബോർഡിലുള്ള മകരവിളക്കിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് പത്തനംതിട്ട കലക്ടർ വി.ബി. നൂഹ്. തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും കലക്ടർ ന്യൂസ് 18 പറഞ്ഞു. മകരവിളക്കിനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർണ്ണമായിട്ടുണ്ട്. നമുക്ക് 7ഓളം വ്യൂ പോയിന്റുകൾ, കഴിഞ്ഞ വർഷത്തേക്കാൾ 2 വ്യൂ പോയിന്റ്സ് നമ്മൾ കൂടുതലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സഫീഷ്യന്റ് ആയിട്ടുള്ള ബാരിക്കേഡും ലൈറ്റിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയെന്ന സർക്കാർ വാദം തെറ്റാണെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ. വ്യാജ ഫോട്ടോഷൂട്ടാണിതെന്നും അജയ് തറയിൽ ന്യൂസ് 18 പറഞ്ഞു. ഈ ഹൈക്കോടതി വിധിക്ക് ശേഷം ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ച് സോപാനത്ത് വന്ന് ദർശനം നടത്തിയിട്ടില്ല. ഒരു യുവതിയും ഈ ദിവസം വരെ സോപാനത്ത് വന്ന് അയ്യപ്പസ്വാമിയെ ദർശനം നടത്തിയിട്ടില്ല. ആ ദർശനം നടത്തിയതിന്റെ ഒരു തെളിവും ഈ ഗവൺമെന്റിനോ പോലീസിനോ ദേവസ്വം ബോർഡിനോ നൽകുവാൻ കഴിയില്ല. സുപ്രീം കോടതിയിൽ ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെയോ കൊണ്ടുവന്ന് കെട്ടിയെഴുന്നള്ളിച്ച് വേഷപ്രച്ഛനയായി മതിൽ ചാടിച്ച് ഊടുവഴികളിലൂടെ അമ്പലത്തിന്റെ പരിസരത്ത് കൂടി നടന്നു എന്ന ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടാക്കിയെന്നല്ലാതെ പോലീസിന്റെയും സർക്കാരിന്റെയും അവകാശവാദം തികച്ചും തെറ്റാണ്. യുവതികൾ വന്ന് സോപാനത്ത് നിന്ന് ദർശനം നടത്തിയിട്ടില്ല എന്ന് എല്ലാ തെളിവുകളും കൂടെയുണ്ട്. അത് നേരെ മറിച്ചാണ് തെളിയിക്കാൻ ഞാൻ ഈ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പോലീസിനെയും ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയാണ്. ഇതെല്ലാം ശരിയാക്കി തരാമെന്നല്ലേ പറഞ്ഞത്? ഇത് കണ്ടില്ലേ, ശബരിമല മകരവിളക്ക് ദിവസം കാണുന്ന അവസ്ഥയാണ്. എല്ലാം ശരിയാക്കിയിരിക്കുന്നു. ഒരു 2-2.5 കോടിയോളം വരുന്ന ഭക്തർ ഇവിടെ ഇത് എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ശബരിമലയിൽ മാത്രമല്ല രാജ്യമെങ്ങും മകരസംക്രാന്തി ആഘോഷങ്ങൾ നടക്കുകയാണ്. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്ന സംക്രമവേളയാണ് മകരസംക്രമ പൂജകൾ നടത്തുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മകരസംക്രാന്തി ആഘോഷങ്ങളുടെ ദൃശ്യങ്ങളിലേക്ക്. ആലപ്പാട് കരിമണൽ ഖനനത്തിന്റെ കാര്യത്തിൽ ഇടതുമുന്നണിയിൽ ഭിന്നതയില്ല എന്ന് വ്യവസായ മന്ത്രി പി ജയരാജൻ. സമരം നടന്നത് ആലപ്പാട്ടുകാരല്ല. എന്തിനാണ് സമരം നടത്തുന്നതെന്ന് അറിയില്ല. ഖനനത്തിനെതിരെ ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നും പി ജയരാജൻ പറഞ്ഞു. ഖനനം നിർത്തിവെക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഖനന കമ്പനി പൂട്ടില്ല എന്നും വ്യവസായ മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ആര് സമരം നടത്തുന്നതും അവരാലോചിക്കട്ടെ. എന്തിനാണ് സമരം? ഇത്രയും നാൾ പറഞ്ഞിട്ട് ആലപ്പാട് ഇല്ലാതായി തീരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ ആലപ്പാട് പോയോ? ഇന്നലെ ഒരാൾ പറഞ്ഞിട്ട് പരിസ്ഥിതി പ്രശ്നമാണ്. ഏതാ വിഷയം? പരിസ്ഥിതി പ്രശ്നമാണോ, ആലപ്പാട് ഇല്ലാതാകുന്നതാണോ, അല്ലെങ്കിൽ മൈനിങ് പാടില്ല എന്നുള്ളതാണോ? എന്താ കാര്യം? മൈനിങ് നിർത്തിവെക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പോണില്ല. 240 കുടുംബങ്ങളെ വഴിയാധാരാക്കണമെന്നല്ലേ, അവരെ തൊഴിലില്ലാത്തവരാക്കി തീർക്കണമെന്നല്ലേ, ആ കമ്പനി പൂട്ടണമെന്നല്ലേ. കമ്പനി പൂട്ടാനല്ല ജനങ്ങൾ ഞങ്ങളെ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത്. ആലപ്പാട് സമരത്തെ അപമാനിച്ച മന്ത്രി പി ജയരാജൻ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആലപ്പാട് സമരം ചെയ്യുന്നവർ മലപ്പുറത്തുകാരല്ല, ആ നാട്ടുകാരാണ്. ജനകീയ സമരം നടത്തുന്ന ആലപ്പാട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാനിവിടെ അന്വേഷിച്ച ഒരു മലപ്പുറത്തുകാരും ഇവിടെ ഇല്ല. ആരെങ്കിലും അഭിവാദ്യം അർപ്പിക്കാൻ കോളേജ് കുട്ടികൾ വരുമ്പം അവരേത് സ്ഥലത്തുള്ളവരാണെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. സമരം ചെയ്യുന്ന ആലപ്പാടുകാർ തന്നെയാണ്. സമരം ചെയ്യുന്നവരെ ആക്ഷേപിച്ച മന്ത്രിയുടെ നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. ഇവിടെ ഒരു മലപ്പുറത്തുകാരുമല്ല, ആലപ്പാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. വിവാദമായ മലപ്പുറം പ്രയോഗത്തിൽ വിശദീകരണവുമായി മന്ത്രി പി ജയരാജൻ. അതൊരു ആലങ്കാരിക പ്രയോഗം മാത്രമായിരുന്നു. ആലപ്പാട് ചർച്ചയ്ക്ക് മുന്നിൽ നിന്ന ഒരാൾ മലപ്പുറത്തുകാരനായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറത്തുള്ള ഒരാളാണ് നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. സാധാരണ നമ്മുടെ നാട്ടിലങ്ങനെ പല പ്രയോഗങ്ങളുണ്ട്. ഞാൻ മാവുലായിക്കാരനാണെന്ന് പറയില്ലേ? മലപ്പുറം പ്രദേശത്ത് കടലില്ല.
കടലില്ലാത്തൊരു സ്ഥലത്തിൽ ആൾ വന്നിട്ട് എന്തിനാണ് ഈ കടലോരത്തെ മൈനിങ്ങിനെ കുറിച്ച്? കടലത്ത് താനൂരും തിരൂരുമാണ്, അത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറമില്ല. അപ്പോൾ ഇതെല്ലാം സാമാന്യഗതിയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. കരിമണൽ ഖനനത്തിനെതിരെ സമരം നടക്കുന്ന ആലപ്പാട്ട് കോൺഗ്രസ് സംഘം സന്ദർശനം നടത്തി. സമരക്കാരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ സമരം വ്യത്യസ്തമാണ്, വേറിട്ടതാണ്. യാതൊരുവിധ രാഷ്ട്രീയ ലക്ഷ്യവുമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിത താൽപര്യങ്ങളിൽ പരിമിതപ്പെടാതെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരയജ്ഞമാണ് ഇത്. ഇടവേള. കൊച്ചി മുനമ്പം ഹാർബറിൽ നിന്ന് മനുഷ്യക്കടത്ത് നടന്ന സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ബോട്ട് കണ്ടെത്താൻ കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ ആരംഭിച്ചു. അടുത്തിടെ 2 പേർ ചേർന്ന് വാങ്ങിയ ബോട്ടിലായിരുന്നു 40 പേർ തീരം വിട്ടത് എന്നാണ് സംശയം. അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് സംഘമാണ് സംഭവത്തിന് പിന്നിലെന്ന സൂചനകളെ തുടർന്ന് IB വിഭാഗവും കൊച്ചിയിലെത്തി അന്വേഷണം തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി മുനമ്പത്ത് നിന്നും CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, എന്താണ് അധികൃതർ ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ നൽകുന്ന സൂചനകൾ? തമിഴ്നാട് തിരുവനന്തപുരം സ്വദേശികൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ ദയമാത എന്ന ബോട്ടിലാണ് മനുഷ്യക്കടത്ത് നടന്നത് എന്ന് ആണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇത് സംശയിക്കാനുള്ള കാരണം ഈ ബോട്ട് കഴിഞ്ഞ ദിവസം 12,000-ഓളം ലിറ്റർ ഡീസൽ ഈ ബോട്ടിലേക്ക് ശേഖരിച്ചിരുന്നു. അതാണ് ഇതിന് സംശയത്തിന് ബലം കൂട്ടിയത്. ഏതാണ്ട് 1 മാസക്കാലം യാത്ര ചെയ്യാനുള്ള ഇന്ധനം ബോട്ടിൽ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ ശേഖരം, കുടിവെള്ളത്തിന് വലിയ ശേഖരമുണ്ട്. പഴവർഗ്ഗങ്ങൾ, ഉണക്കിയ പഴവർഗ്ഗങ്ങൾ, വസ്ത്രങ്ങൾ, കുടിവെള്ളം, ഫോട്ടോകൾ എന്നിവ അടക്കം ഉള്ള ബാഗുകളാണ് ഉപേക്ഷിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഇത് ഈ ബോട്ടിൽ താങ്ങുന്നതിന് ഭാരം കൂടുതലായതുകൊണ്ട് ഉപേക്ഷിച്ചതാണ്. ഈ മുനമ്പം ഹാർബറിന് സമീപം ഇത്തരം 19 ബാഗുകൾ ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ചത്. ഇതേ തുടർന്നാണ് ഇത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പോലീസിന് വിവരം ലഭിച്ചത്. ഒപ്പം ഡൽഹിയിൽ നിന്നും ഡിസംബർ 22 തീയതിയും ജനുവരി 5 തീയതിയും ജനുവരി 8 തീയതിയും ഡൽഹിയിൽ നിന്നും തമിഴ്നാട് സ്വദേശികളായ, തമിഴ്നാട് കുടുംബമുള്ള, ഡൽഹിയിൽ ഇപ്പോൾ താമസിക്കുന്ന കുടുംബങ്ങൾ, കുട്ടികൾ, സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടെ ചിറായ് ബീച്ചിന് സമീപത്തുള്ള റിസോർട്ടുകളിൽ താമസിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവർ ഈ ബോട്ട് മാർഗം മനുഷ്യക്കടത്തിൽ പങ്കാളികളായത്. ഒപ്പം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് റിസോർട്ടുകളടക്കം അന്വേഷണം നടത്തി. റിസോർട്ടുകളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചായി അറിയുന്നു. IB ഒപ്പം തന്നെ NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. വ്യക്തികളുടെ കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളും നിരീക്ഷിക്കാനുള്ള വിവാദ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. സ്വകാര്യതയിൽ കടന്നുകയറാൻ അനുമതി നൽകുന്ന ഉത്തരവ് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് കാട്ടിയാണ് ഹർജി. അന്വേഷണ ഏജൻസികൾക്ക് കമ്പ്യൂട്ടർ നിരീക്ഷണത്തിന് അനുമതി നൽകി കേന്ദ്രമിറക്കിയ ഉത്തരവ് വിവാദമായിരുന്നു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ സുപ്രീംകോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചു. എന്നാൽ വിവാദ ഉത്തരവിന് ഇടക്കാല സ്റ്റേ വേണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. കേന്ദ്ര സർക്കാരിന്റെ മറുപടി കേട്ട ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാവൂ എന്ന് കോടതി വ്യക്തമാക്കി. ഉത്തർപ്രദേശിൽ നടന്ന വ്യാജ ഏറ്റുമുട്ടലുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചു. ഗൌരവമേറിയ വിഷയമാണിതെന്നും വിശദമായ പരിശോധന ആവശ്യമാണെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിരീക്ഷിച്ചു. ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ഫെബ്രുവരി 10 ഹർജി വീണ്ടും പരിഗണിക്കും. CBI യോഗത്തെയും ട്രിബ്യൂണൽ നിയമനത്തെയും ബന്ധിപ്പിക്കുന്നത് വേദനാജനകമാണെന്ന് ജസ്റ്റിസ് AK സിക്രി. ട്രിബ്യൂണൽ നിയമനത്തിന് സമ്മതം നൽകിയത് ഡിസംബർ ആദ്യവാരമാണ്. അലോക് വർമ്മ കേസിൽ വിധി പ്രസ്താവിച്ചത് ജനുവരി 8-നാണ്. എന്നിട്ടും അലോക് വർമ്മയ്ക്കെതിരായ തീരുമാനത്തിനുള്ള കൊടുക്കൽ വാങ്ങലാണ് നടന്നതെന്ന് വരുത്താൻ ശ്രമം നടന്നു. ഇത് തീർത്തും ദുഃഖകരമാണെന്നും ജസ്റ്റിസ് സിക്രി പറഞ്ഞു. കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രൽ ട്രിബ്യൂണൽ അധ്യക്ഷ പദവി ഏറ്റെടുക്കില്ല എന്ന് സിക്രി ഇന്നലെ സർക്കാരിനെ അറിയിച്ചിരുന്നു. മാർച്ച് 6-നാണ് സിക്രി വിരമിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രൽ ട്രിബ്യൂണൽ അധ്യക്ഷ പദവിയിൽ നിയമിക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിന് മുന്നിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടത്തിയ നിരാഹാര സമരത്തിനെതിരായ ഹർജി സുപ്രീംകോടതി തള്ളി. നിരാഹാര സമരം നടത്തുന്നതിന് മാർഗരേഖ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് തള്ളിയത്. ഡൽഹി മുഖ്യമന്ത്രി നിരാഹാര സമരം ഇരിക്കുന്നതിന് ഉത്തരവിറക്കുക അല്ല കോടതിയുടെ ജോലിയെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കി. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു എന്ന കേസിൽ JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാർ ഉൾപ്പെടെ 10 പേർക്കെതിരെ ഇന്ന് ഡൽഹി പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. 2016-ൽ സർവകലാശാലയിൽ നടന്ന വിദ്യാർത്ഥി റാലിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു എന്നാണ് കേസ്.
രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. കനയ്യകുമാറാണ് സർവകലാശാലയിൽ നടന്ന പ്രകടനത്തിനും മുദ്രാവാക്യം വിളിക്കും നേതൃത്വം നൽകിയത് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സയ്യിദ് ഉമർ ഖാലിദ്, അനിർബാൻ ഭട്ടാചാര്യ തുടങ്ങിയവരാണ് കേസിലെ മറ്റു പ്രതികൾ. പ്രതികളുടെ പങ്ക് തെളിഞ്ഞതായി ഡൽഹി പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. തമിഴ്നാട് കൊടനാട് എസ്റ്റേറ്റിലെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട സുപ്രീംകോടതിയിൽ ഹർജി. തമിഴ്നാട്ടിലെ പൊതുപ്രവർത്തകനായ ട്രാഫിക്സ് രാമസ്വാമിയാണ് ഹർജി നൽകിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് വേണ്ടിയാണ് എസ്റ്റേറ്റിൽ മോഷണം നടത്തിയതെന്ന പ്രതികളുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. സ്ത്രീ പ്രവേശനത്തിലുള്ള പ്രതിഷേധത്തിനിടെ അഗസ്ത്യാർകൂടത്തേക്ക് വനിത ഉൾപ്പെട്ട ആദ്യ സംഘം പുറപ്പെട്ടു. പ്രാർത്ഥനാ യജ്ഞം നടത്തി ക്ഷേത്ര കാണിക്കാർ ട്രസ്റ്റാണ് പ്രതിഷേധിക്കുന്നത്. ഹൈക്കോടതി വിധിയെ തുടർന്ന് സ്ത്രീ പ്രവേശനം സാധ്യമായ അഗസ്ത്യാർകൂടത്തിലേക്കുള്ള വഴിയിലായിരുന്നു പ്രാർത്ഥനാ യജ്ഞം. ബോണക്കാട് ഫോറസ്റ്റ് പിക്കപ്പ് പോയിന്റിന് മുൻവശത്താണ് കാണികർ സമുദായത്തിലുള്ളവർ പ്രതിഷേധിച്ചത്. ഗോത്രാചാര സംരക്ഷണ യജ്ഞം നടത്തി പ്രതിഷേധമറിയിച്ചവർ പക്ഷേ യാത്രാ സംഘത്തിലെ വനിതയെ തടഞ്ഞില്ല. ഒരു സ്ത്രീയെ ഞങ്ങൾ തടയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കോടതി വിധി ഞങ്ങൾ മാനിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ ആരാധനയും വർഷങ്ങളായി കാത്തുസൂക്ഷിച്ചു പോരുന്ന ആരാധന, അത് ആരാധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ആ അവകാശം ഭരണഘടനാപരമായിട്ടാണ്, അത് ഞങ്ങൾക്ക് കിട്ടണം. ആചാരങ്ങൾ ലംഘിക്കില്ലെന്നും ട്രക്കിംഗ് പോയിന്റിലൂടെ മാത്രമായിരിക്കും യാത്രയെന്നും സംഘത്തിലെ ഏക വനിത. കണി വിഭാഗക്കാരുടെ അവരുടെ വികാരങ്ങളെ പൂർണ്ണമായിട്ടും ബഹുമാനിക്കുന്നുണ്ട്. അവർ പോരുതെന്ന് പറയുന്ന ഏരിയയിലേക്ക് തള്ളിക്കയറാൻ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നില്ല. ട്രക്കിംഗ് ചാനൽ ഫോറസ്റ്റ് ഗാർഡ്സ് ഏത് വഴിയാണോ പറയുന്നത് ആ ചാനലിലൂടെ മാത്രം പോയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഗസ്ത്യാർകൂടത്ത് സ്ത്രീ പ്രവേശനം തടഞ്ഞ വൈൽഡ് ലൈഫ് വാർഡന്റെ സർക്കുലർ നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. 4700 പേരാണ് ഇതുവരെ ട്രക്കിങ്ങിനായി രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 100 പേർ സ്ത്രീകളാണ്. ഇവർക്ക് എല്ലാ സൗകര്യവും ഉണ്ടാകുമെന്ന് വനവകുപ്പ്. ഈ യാത്രയിലുടനീളം അവർക്ക് ഗൈഡിന്റെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ എമർജൻസി ഘട്ടത്തിൽ നമ്മുടെ സ്റ്റാഫിന്റെ സേവനവും ഉപയോഗിക്കാവുന്നതാണ്. വനിതകൾ കൂടി ട്രക്കിങ്ങിനുള്ള സാഹചര്യം കണക്കിലെടുത്ത് നമ്മളിപ്പോഴും വനിതാ സ്റ്റാഫിന് അതിരുമലയിലും ഇവിടെ ബോണക്കാട് നമ്മൾ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലനിരകളും പാറക്കെട്ടുകളും നിറഞ്ഞ കഠിനമായ പാതയാണ് 20 കിലോമീറ്ററോളം. ഇത് താണ്ടി വേണം അഗസ്ത്യാർകൂടത്തെത്താൻ. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനവും BJP റാലിയുമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പ്രധാന പരിപാടികൾ. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് കൊല്ലം നഗരം. കൊല്ലത്തെ 2 പരിപാടികളാണ് പ്രധാനമന്ത്രിയുടെ വരവിന്റെ പ്രധാന ലക്ഷ്യം. പണി പൂർത്തിയായ കൊല്ലം ബൈപ്പാസ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ആശ്രാമം മൈതാനത്ത് വൈകിട്ട് 5-നാണ് ഉദ്ഘാടന ചടങ്ങ്. 3 പാർലമെന്റ് മണ്ഡലങ്ങളിലെ BJP പ്രവർത്തകരുടെ റാലിയാണ് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന രാഷ്ട്രീയ വേദി. കന്റോൺമെന്റ് മൈതാനത്തിലാണ് BJP പൊതുയോഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് BJP മോഡിയെ പങ്കെടുപ്പിച്ച് പൊതുപ്രകടനം നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആശ്രാമം മൈതാനത്ത് പ്രത്യേക ഹെലിപാഡ് സജ്ജീകരിച്ചിട്ടുണ്ട്. പരിപാടികൾക്ക് ശേഷം പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് തിരിക്കും. പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനവും ടൂറിസം സർക്യൂട്ട് ഉദ്ഘാടനവുമാണ് മറ്റു പരിപാടികൾ. ഇതിനുശേഷമാകും നരേന്ദ്രമോദിയുടെ മടക്കം. ന്യൂസ് 18 കൊല്ലം. കണ്ണൂർ പെരിങ്ങോം പൊന്നമ്പാറയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പെരിങ്ങോം സ്വദേശി രാഹുൽ രമേശ്, കരിപ്പോട് സ്വദേശി അഖിലേഷ് എന്നിവരാണ് മരിച്ചത്. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. റോഡിൽ തെറിച്ചു വീണ ഇരുവരെയും നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.